നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് പൂയം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും തൊഴിൽ, വിവാഹം, പഠനം, ബിസിനസ്, ധനസ്ഥിതി എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. വാൽക്കണ്ണാടിയുടെ രൂപത്തിലുള്ള 8 നക്ഷത്രങ്ങളുടെ സമൂഹമാണ് പൂയം നക്ഷത്രം. ഗുരുഭക്തിയും മതനിഷ്ഠതയും ഉള്ളവരായിരിക്കും ഈ നക്ഷത്രക്കാർ. സൗന്ദര്യബോധം, കുലീനത്വം, സ്നേഹസമ്പന്നത, ബന്ധുസ്നേഹം, അതിഥി സൽക്കാര തൽപരത, സ്ഥിരനിശ്ചയം എന്നിവയിൽ മുന്നിട്ട് നിൽക്കുന്നവരായിരിക്കും ഈ നക്ഷത്രക്കാർ. ഇവർക്ക് വീടിനോടും മാതാവിനോടും അതിയായ സ്നേഹമായിരിക്കും. ഈ നാളുകാർ പണം കടം കൊടുത്താൽ തിരികെ ലഭിക്കുവാൻ പ്രയാസമാണ്. പെൺപൂയം മോശമെന്ന് ചിലർ പറയുമെങ്കിലും നല്ല ഗ്രഹസ്ഥിതിയിൽ ജനിക്കുന്നവർക്ക് ഒരു ദോഷവും ഉണ്ടാകുകയില്ല. പാദദോഷമുള്ള നാളുകളിൽ ഒന്നാണ് പൂയം നക്ഷത്രം. ആദ്യ പാദത്തിൽ ജനിക്കുന്നത് ജാതകനും, രണ്ടാമത്തെ പാദത്തിൽ ജനിക്കുന്നത് മാതാവിനും, മൂന്നാമത്തെ പാദത്തിൽ ജനിക്കുന്നത് പിതാവിനും, നാലാമത്തെ പാദത്തിൽ ജനിക്കുന്നത് അമ്മാവനും ആപത്തുണ്ടാക്കുമെന്ന് ജ്യോതിശാസ്ത്രം പറയുന്നു. പൂയം നക്ഷത്രവും പ്രതിപദം തിഥിയും കർക്കിടക ലഗ്നവും ബുധനാഴ്ച ദിവസവും ഒത്തുവന്നാൽ മാത്രമേ പൂയം നാളിന് പറഞ്ഞിരിക്കുന്ന ദോഷം അനുഭവപ്പെടുകയുള്ളൂ. പൂയം നാളിൻ്റെ വേദനക്ഷത്രങ്ങൾ ഭരണി, പൂരം, പൂരാടം, പൂയം, അനിഴം, ഉത്രട്ടാതി എന്നിവയാണ്. നക്ഷത്ര രാജാവെന്നാണ് പൂയം നക്ഷത്രം അറിയപ്പെടുന്നത്. വിവാഹകാര്യങ്ങൾക്കൊഴികെ മറ്റെല്ലാ ശുഭകാര്യങ്ങൾക്കും പൂയം നക്ഷത്രം നല്ലതാണ്. പൂയം നാളുകാർ ഏകാന്തത ഇഷ്ടപ്പെടുന്നവരും ചഞ്ചല സ്വഭാവമുള്ളവരും കോപിഷ്ഠരും ശത്രുനാശം വരുത്തുന്നവരുമായിരിക്കും. ഉറച്ച ലക്ഷ്യബോധം ഇവർക്കുണ്ടായിരിക്കുകയില്ല. സുഹൃത്തുക്കളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നവരും അടിയുറച്ച ദൈവവിശ്വാസികളും സാമാന്യമായ സാമ്പത്തിക ശേഷിയോടു കൂടിയവരുമായിരിക്കും. മാതാവ്, വീട്, വാഹനം, മനസുഖം എന്നിവയോട് താൽപ്പര്യമുള്ളവരും കൂടാതെ സഞ്ചാരപ്രിയരുമാണ് പൂയം നാളിൽ അധികവും. എല്ലാവരോടും വഴക്കുണ്ടാക്കുന്ന സ്വഭാവം ഇവരുടെ പ്രത്യേകതയാണ്. ശനിയുടെ രാശി ആയതുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു. സുഖദുഃഖ സമ്മിശ്രമായിരിക്കും ഇവരുടെ ജീവിതം. അച്ചടക്കമുള്ളവരാണെങ്കിലും തന്നിഷ്ടവും മുൻകോപവും കൂടുതലായിരിക്കും. വീടിനോടും വീട്ടുകാരോടും വലിയ അടുപ്പമുള്ളവരും അമിതമായ പാരമ്പര്യബോധമുള്ളവരുമായിരിക്കും. എടുത്തുചാടി എന്തും പ്രവർത്തിക്കുക എന്നത് ഇക്കൂട്ടരുടെ പ്രത്യേകതയാണ്. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ അമിതമായ അനുകമ്പയുള്ളവരായിരിക്കും. അന്യരുടെ ജീവിതശൈലി അനുകരിക്കുന്നവരും ഇടനിലക്കാരായി ശോഭിക്കുവാൻ കഴിയുന്നവരുമായിരിക്കും. ശനിയുടെ സ്വഭാവമായ മന്ദഗതി ഇവരുടെ പ്രവർത്തനങ്ങളിലും പ്രകടമായിരിക്കും. അതായത് ആലോചിച്ചിരുന്ന് നല്ല സമയങ്ങളെല്ലാം പാഴാക്കി കളയുന്നതും ഇവരുടെ പ്രത്യേക സ്വഭാവമാണ്. അടിയുറച്ച കർത്തവ്യബോധവും ദൃഢനിശ്ചയവും ഇവരുടെ ലക്ഷ്യങ്ങളിലെത്തുവാൻ വളരെ സഹായിക്കുന്നു. ജലരാശി ആയതുകൊണ്ട് ജലവുമായോ ജലത്തിൽ നിന്നുള്ള വസ്തുക്കളുമായോ ബന്ധമുള്ള തൊഴിലായിരിക്കും ഇവർക്ക് ശോഭിക്കുന്നത്. മാത്രമല്ല രോഗപീഠയ്ക്കുള്ള സാധ്യതയും മുന്നിട്ട് നിൽക്കുന്നു. വസ്ത്ര അലങ്കാരാദി കാര്യങ്ങളിൽ അതീവ താൽപ്പര്യമുള്ളവരുമായിരിക്കും. വിശാലമായ ചിന്താഗതിക്കാരും ദീർഘവീക്ഷണമുള്ളവരും കാലത്തിന് അതീതമായി പ്രവർത്തിക്കുന്നവരുമായിരിക്കും. എപ്പോഴും ചിന്താത്മകമായിരിക്കുന്ന ഇവർ മൗനത്തിലൂടെയാണ് തങ്ങളുടെ ഇഷ്ടക്കേട് പ്രകടമാക്കുന്നത്. രാശ്യാധിപൻ ചന്ദ്രനായതുകൊണ്ട് ഇവർക്ക് സ്ഥിരമായ ഒരു സ്വഭാവം ഉണ്ടായിരിക്കുകയില്ല. വിവാഹ ജീവിതം പൂർണ്ണമായും സന്തോഷപ്രദമായിരിക്കും. പൂയം നക്ഷത്രക്കാർ അധികവും ധർമ്മനിഷ്ഠതയുള്ളവരും കുലീനരും സമാധാനപ്രിയരും സൽസ്വഭാവികളും ആയിരിക്കും. വിവാഹത്തിന് മുമ്പ് പല ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നിരുന്നാലും വിവാഹശേഷം സംതൃപ്തകരമായ ജീവിതമായിരിക്കും ഇവരിലധികം പേർക്കും ഉണ്ടാകുന്നത്. ശനിദശയിലാണ് ജനനം. തുടർന്ന് 17 വർഷം ബുധദശ, 7 വർഷം കേതുദശ,
20 വർഷം ശുക്രദശ, 6 വർഷം ആദിത്യദശ, 10 വർഷം ചന്ദ്രദശ. ഈ ക്രമത്തിലാണ് ദശാകാലങ്ങൾ കടന്നുപോകുന്നത്. മകം, ഉത്രം, ചിത്തിര, അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നീ നാളുകളുമായുള്ള യാതൊരു ഇടപാടുകളും പൂയം നക്ഷത്രക്കാർക്ക് നല്ലതല്ല. കേതു, ആദിത്യൻ, കുജൻ എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ ദോഷപരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ്. ദോഷപരിഹാരത്തിന് ശനിയാഴ്ച വ്രതമെടുക്കുകയും വിഷ്ണുവിന് പുഷ്പാഞ്ജലി എന്നീ വഴിപാടുകൾ നടത്തണം. ഭാഗ്യദിവസം തിങ്കൾ, ശനി. ഭാഗ്യനിറം പച്ച, നീല, വയലറ്റ്, ഓറഞ്ച്, മഞ്ഞ. ഭാഗ്യരത്നം ഇന്ദ്രനീലം.